നമസ്കാരം, ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും ആ ഒരു കുഞ്ഞിനെ വളരെ നല്ല രീതിയിൽ വലുതാക്കുന്നതും ഒപ്പം തന്നെ കരിയറും ഫാമിലി കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകുന്ന പാരൻസിന് ഫസ്റ്റ് തന്നെ ഹാറ്റ്സ് ഓഫ്. കാരണം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളതും ഹാർഡ് വർക്കും ക്ഷമയും അതുപോലെ തന്നെ നല്ല ഡെഡിക്കേഷൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പലപ്പോഴും നമുക്ക് 24 അവർ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള കരിയറുകൾ ഉണ്ടാകും, മീറ്റിങ്ങുകൾ ഉണ്ടാകും, വർക്ക് ഉണ്ടാകും, ചിലപ്പോൾ അടുക്കളയത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്റ്റേജിലും കുട്ടികൾക്ക് അമ്മമാർ തന്നെ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഉള്ള കാരണം പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് TV വെച്ച് കൊടുക്കാറുണ്ട്. TV, കാർട്ടൂണ് അല്ലെങ്കിൽ ഫോണ്, ഇനി ടാബ് കാര്യങ്ങളൊക്കെ ഒന്ന് കുട്ടികളെ അതിനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. നമുക്ക് എപ്പോഴും കുട്ടികളുടെ പിന്നാലെ പോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളും നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളെ ഒന്ന് അടക്കിയിരുത്താനായിട്ട് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം ഈ ഫോണ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്ക്രീൻ ടൈം, ഒരുപാട് സ്ക്രീൻ ടൈം കിട്ടുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഒരു 3 മണിക്കൂറിന് മേലെയൊക്കെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന, പോട്ടെ 3 മണിക്കൂറല്ല, ഒരു 2 മണിക്കൂർ മേലെ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഭാവിയിലോട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് പൊതുവെ നോർമലി നമ്മൾ പറയുന്ന പോലെ TV കാണുന്നത് കണ്ണിന് നല്ലതല്ല, അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ ഇതിൽ പറയുന്നത്. ഡീപ്പായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ടും ക്വിക്കായിട്ടും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് 2 വയസ്സ് വരെ. അതായത് ഒരു 80% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതും ഈ ഒരു വയസ്സിലാണ്. ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ വിഷൻ, അതായത് നമ്മുടെ കാഴ്ച, സൗണ്ട്, അതുപോലെ തന്നെ ടച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കുട്ടികൾ മനസ്സിലാക്കുന്നതും പഠിച്ചു വരുന്നതും ഈ ഒരു ടൈമിലാണ്. അതുപോലെ തന്നെ ഒരു 5 വയസ്സ് വരെ സ്റ്റിൽ അപ്പോഴും ബ്രെയിൻ ഡെവലപ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു 5 വയസ്സ് വരെയാണ് ലാംഗ്വേജ്, അതുപോലെ തന്നെ മെമ്മറി, ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ, സോഷ്യൽ സ്കില്ലുകളൊക്കെ കുട്ടികൾ പഠിക്കുന്നത് ഈ ഒരു 5 വയസ്സ് വരെയാണ്. ശരിക്കും പറയാ വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു കളിമണ്ണ് പോലെയാണ്. നമ്മൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു അതായിരിക്കും അവരുടെ ലൈഫ് ലോങ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 വയസ്സ് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സ്ക്രീൻ ടൈമും ബ്രെയിൻ ഡെവലപ്മെന്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലാംഗ്വേജ് എടുക്കാം. നമ്മളൊരു കാർട്ടൂൺ വെച്ച് കൊടുക്കാം. എക്സാമ്പിൾ ഒരു കൊക്കോമെലൻ വെച്ച് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാം. ഈ കൊക്കോമെലൻ വെച്ച് കൊടുക്കുമ്പോൾ അതിലൊരുപാട് നല്ല കളേഴ്സ് വരുന്നുണ്ട്, അതിലവർ പാട്ട് പാടുന്നുണ്ട്, അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും കുട്ടി ഇത് കാണുമ്പോൾ വിഷനിലൂടെ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ഇന്ററാക്ഷൻ സംഭവിക്കുന്നില്ല. കുട്ടി അത് കാണുന്നു, അത് വിടുന്നു, അത്ര അവിടെ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ അതേസമയം നമ്മളൊരു കുട്ടിക്ക് ഇപ്പോൾ പുറത്തിറങ്ങി കാക്ക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി അത് കാണുകയും, നമ്മൾ ഒരു പ്രാവശ്യമല്ല അവിടെ പറയുന്നത്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുട്ടിക്ക് മനസ്സിലാകുന്ന അത്രയും നമ്മൾ അവിടെ പറയുന്നുണ്ട്, അവിടെ ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതിലൂടെ ആ കുട്ടിക്ക് ആ ഒരു വേർഡ് കിട്ടാണ്, കാക്ക എന്നുള്ള വേർഡ് വിഷ്വലി അത് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. കുട്ടി അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ എപ്പോഴും ഒരു കുട്ടീനെ ഒരു വേർഡ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ് എന്നുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കുട്ടീനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഇന്ററാക്ഷൻ ആദ്യം തന്നെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പക്ഷെ ഒരു കാർട്ടൂൺ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വരുന്നില്ല. അവിടെ ഒരു 1 സൈഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് അവിടെ നടക്കുന്നുണ്ട്, കാഴ്ചയിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ കുട്ടി ഒരിക്കലും അത് പറയാനായിട്ട് ശ്രമിക്കുന്നില്ല, ഒരു റിപ്പീറ്റേഷൻ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം ഒരുപാട് കിട്ടുന്ന കുട്ടികളിലും ഒരു ഇന്ററാക്ഷൻ നടക്കുന്ന കുട്ടികളിലും ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് അതിനനുസരിച്ച് വ്യത്യാസമാണ്. കുറച്ചും കൂടി കൂടുതലായിട്ട് സ്ക്രീൻ ടൈം ഉള്ള കുട്ടികൾക്ക് ലാംഗ്വേജ് അവർ വളർത്തി കൊണ്ടുവരുന്നത് വളരെ സ്ലോ ആയിരിക്കും. പക്ഷെ ഒരു ഇന്ററാക്ഷന്റെ കിട്ടുന്ന കുട്ടിയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ സ്ക്രീൻ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെച്ചു കൊടുക്കുന്ന മൊബൈൽ ഫോണ്, കാർട്ടൂണുകൾ, TV, അതുപോലെ തന്നെ ടാബ് കാര്യങ്ങളൊക്കെയാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് ഇന്ററാക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് കളികളാണ്. ഈ നമ്മൾ പൊതുവെ കുട്ടികൾക്ക് പസിൽസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊടുക്കാറുണ്ട്.
ഈ ബിൽഡിംഗ് ബ്ലോക്കുകളും പസിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിലൂടെ അവരൊരു പ്രോബ്ലം സോൾവിംഗ് ആണ് പഠിച്ചു വരുന്നത്. ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്കുകളിൽ തന്നെ ചെറിയ കുറച്ച് ക്യൂബുകൾ ഉണ്ടാകും, വലുതുകൾ ഉണ്ടാകും. അപ്പോൾ ആദ്യം ഒരു 5-6 പ്രാവശ്യം കുട്ടി അത് കളിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചെറുതിന്റെ മുകളിൽ വലുത് വെക്കും, അപ്പൊ അത് പൊട്ടി വീഴും. അപ്പൊ കുട്ടി അതിലൂടെ പഠിക്കുകയാണ്. ഓക്കെ, ചെറിയ ബ്ലോക്കിന്റെ മുകളിൽ വലുത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടി വീഴും. അപ്പോൾ ആദ്യം തന്നെ വലിയ ബ്ലോക്ക് വെച്ച് അതിന്റെ മുകളിൽ ചെറുത് വെക്കുകയാണെങ്കിൽ ഇത് ഇത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തൊട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് മനസ്സിലാവും, ഇത് ചെറിയ ബ്ലോക്കാണ്, ഇത് വലിയ ബ്ലോക്കാണ്. അവിടെ അങ്ങനെ ഒരു സെപ്പറേഷൻ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു കളികളിലൂടെ മനസ്സിലാകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ കുട്ടി ഒരിക്കലും ബിൽഡിംഗ് ബ്ലോക്കുകൾ കറക്റ്റ് ആയിട്ട് വെക്കില്ല. അവരത് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവർ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് പഠിക്കുന്നത്. പലപ്പോഴും അവർ പണിത് വരുമ്പോൾ ഇത് പൊട്ടി വീഴും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഇതിൽ എന്തോ തകരാറുണ്ട്. അപ്പോൾ അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ കുട്ടി ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഭാവിയിലാണെങ്കിലും അവരൊരു പ്രശ്നം വരുമ്പോൾ അത് നേരിടാനായിട്ടുള്ളത് അവർ ആലോചിക്കാനായിട്ടുള്ളത് തുടങ്ങും. പക്ഷെ ഒരിക്കലും ഒരു കാർട്ടൂൺ കാണുമ്പോൾ അവിടെ കളികൾ നടക്കുന്നില്ല, ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നടക്കുന്നില്ല. കുട്ടികൾ അത് കണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ഗെയിംസ് കാര്യങ്ങൾ വരുമ്പോൾ അവരവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവരവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും അറിയാം, നമ്മൾ നമ്മുടെ ലൈഫിൽ സ്ട്രോങ് ആവുന്നത് എപ്പോഴാണ്? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ സ്ട്രോങ് ആവും. നമ്മൾ മൊത്തത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. അവർ ചെറുപ്പം മുതലേ അവരായിട്ട് ഫേസ് ചെയ്ത് വന്നാൽ തന്നെയാണ് ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് വലുതാകുമ്പോഴേ അവർക്ക് വരുള്ളൂ. എന്നാലാണ് ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് നേരിടാനായിട്ട് പറ്റുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ഫോക്കസ്, അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ ആണ്. അതായത് ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈ കാര്യങ്ങളൊക്കെ. പൊതുവേ നമ്മളൊരു കാർട്ടൂൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നിറങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സൗണ്ടുകളുണ്ട്. ഇത് വളരെ സ്പീഡിലാണ് ഇത് മൂവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രെയിനിന് ഓവർ സ്റ്റിമുലേഷൻ ആണ് ഈ കാർട്ടൂണുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ ടൈം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ബ്രെയിന് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കാരണം ബ്രെയിൻ ഒരുപാട് സ്റ്റിമുലസിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികളിൽ ആ ഒരു ക്ഷമാശീലം അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇവർക്ക് ഉണ്ടാകില്ല. പലപ്പോഴും നമ്മൾ ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിച്ചു, ബുക്ക് വായിക്കുമ്പോൾ ഒരു കാർട്ടൂൺ പോലെ പെട്ടെന്ന് അവിടെ അത് തീരുന്നില്ല. ഒരു കാർട്ടൂണിൽ 5 മിനിറ്റിൽ അവർ കഥ തീർക്കുകയാണെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ അവിടെ ഒന്നെന്ന് പറയുന്നത് പാരൻസും കുട്ടിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്. കുട്ടിക്ക് തന്നെ ഒരു ഇമാജിനേഷൻ പവർ അവിടെ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആമയുടെയും മുയലിന്റെയും കഥ ഒരു കാർട്ടൂൺ വെച്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആമയും മുയലൊക്കെ അതിലുണ്ട്, അവിടെ എന്തൊക്കെ നടക്കണമെന്നുള്ളത് അവർക്ക് ഒരു ഇമാജിനേഷൻ തോട്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. പക്ഷെ ഒരു കഥ വായിച്ചു കൊടുക്കുമ്പോൾ കുട്ടി ചിന്തിക്കുകയാണ്, ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൗണ്ട്, അതുപോലെ തന്നെ ആമയ്ക്കും മുയലിനും ആർത്ത് വിളിക്കാനായിട്ട് ഒരുപാട് മൃഗങ്ങൾ ചുറ്റിനും, അവിടെ ഒരു റോഡുണ്ട് അല്ലെങ്കിൽ ഒരു വരയുണ്ട്. റോഡെന്ന് ഉദ്ദേശിച്ച ആ ഒരു ലൈനാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിൽ ആമ ചാടുന്നു, മുയല് പയ്യെ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ കുട്ടിക്ക് ഒരു ഇമാജിനേഷൻ കൊടുക്കുകയാണ്. ചിലപ്പോൾ ആ ഒരു ഇമാജിനേഷനിൽ തന്നെ കുട്ടിയുടെ വക എക്സ്ട്രാ കളറുകൾ ഉണ്ടാകാം. അങ്ങനെ കുട്ടിക്ക് ആ ഒരു തോട്ട് പ്രോസസ്സിനുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനുള്ള ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ കാർട്ടൂണുകളിൽ ഇതൊന്നും കൊടുക്കുന്നില്ല. ഇനി പസിൽസ് കളിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്കുകൾ കളിക്കുകയാണെങ്കിൽ തന്നെ കുട്ടി അവിടെ ഇരുന്ന് സ്ലോവിലാണ് ഓരോന്നും പഠിക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ കുട്ടിക്ക് എപ്പോഴും ഫാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത് വളരെ നല്ലതല്ല. അല്ല, നമ്മൾ ഒരു ഭാവിയിലോട്ട് ഒരു ചെറിയ കാര്യം വരുമ്പോൾ, സ്ലോ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ കുട്ടിക്ക് അത് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിലോട്ട് പോകും. പൊതുവെ ക്ലാസ് റൂമുകൾ എന്നൊക്കെ പറയുമ്പോൾ ആക്ടിവിറ്റീസിൽ ഒരിക്കലും സ്ക്രീൻ ടൈം പോലെ ഇതുപോലെ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ കുട്ടിക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകൾ വരും. അത് ഭാവിയിലോട്ടാണെങ്കിലും ഈ ADHD പോലത്തെ കണ്ടീഷനുകൾക്കാണെങ്കിലും അറ്റൻഷൻ ഡെഫിഷ്യൻസി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇത് കാരണമാകുന്നുണ്ട്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ എങ്ങനെ ഇത് എഫക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം സ്പീച്ച്, അതുപോലെ തന്നെ ഇന്ററാക്ഷൻ, അതായത് കുട്ടികളുടെ സംസാര ശേഷി. ഈ കാർട്ടൂണുകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാട് ഫാസ്റ്റിലാണ് പോകുന്നത്, അവിടെ ഒരു ഇന്ററാക്ഷൻ സംഭവിക്കുന്നില്ല. പക്ഷേ പാരൻസ് കുട്ടിയുടെ അടുത്ത് ഒരു ബുക്ക് വായിച്ചു കൊടുക്കുമ്പോൾ അവരത് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും.
ഒരു സ്റ്റോറി പറയുമ്പോൾ അവിടെ അങ്ങനെ നടന്നു, അതിലൂടെ തന്നെ ഒരു ഇമോഷൻസ് നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും നമ്മുടെ ഒരു പറയുന്ന രീതിയിലാണെങ്കിലും അവർക്ക് അതിനനുസരിച്ചുള്ള ഇമോഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ മുത്തശ്ശി കഥകളൊക്കെ എപ്പോഴും കേട്ടിരുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് മുത്തശ്ശി കഥകൾ വളരെ കുറവാണ്. കാരണം ഗ്രാൻഡ് പാരൻസിനും ടൈമില്ല, പാരൻസിനും കുറച്ച് ടൈം കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് കുട്ടിക്ക് പണ്ടത്തെ പോലത്തെ ഒരു എക്സ്പോഷർ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ കുട്ടിയും പാരൻസ് അല്ലെങ്കിൽ കുട്ടിയും ആ കഥ പറയുന്ന ആളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. എപ്പോഴും നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് പാരൻസിനെ കണ്ട് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. പലപ്പോഴും ഇപ്പം നമ്മളെപ്പോഴും ഫോൺ വിളിക്കുന്ന ഒരു പാരൻസ് ഉള്ള കൂട്ടത്തിലാണെങ്കിൽ കുട്ടികളുടെ അത് കാണാം, കുട്ടികൾ എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഫോൺ തോണ്ടുന്നത്, അതുപോലെ തന്നെ കുട്ടീനെ നമ്മൾ പഠിപ്പിക്കാണ്ട് പോലും കുട്ടി അത് കാണിക്കും. അപ്പോൾ എപ്പോഴും മുതിർന്നവരെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ഒരു ഇന്ററാക്ഷൻ ടൈം വരുന്നുണ്ട്. കുട്ടി ചോദിക്കും, ഇതെങ്ങനെയാണ്, കാക്ക എന്താണ്, അല്ലെങ്കിൽ കാക്കയുടെ നിറം എന്താണ് എന്നുള്ളത് ചോദിക്കും. കാർട്ടൂണുകളിൽ കുട്ടി ഒന്ന് ചോദിക്കാനായിട്ടുള്ള ആ ഒരു എഫേർട്ട് കുട്ടി എടുക്കുന്നില്ല. എപ്പോഴും അതൊരു വൺ സൈഡഡ് ആണ്. കഥകൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പാരൻസ് ഒരുമിച്ച് ഇരുന്ന് കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി പാരൻസിനെ മിമിക് ചെയ്യാനായിട്ട് ഒരു ചാൻസ് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഗെയിംസ് കാര്യങ്ങൾ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ അതിൽ വളരെ ഫാസ്റ്റ് ആണ്. അവർ ഗെയിംസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർ പഠിച്ചു കൊടുത്തോളൂ. ഇപ്പൊ ഗെയിംസിൽ എപ്പോഴും കേൾക്കുന്ന ഒരു സൗണ്ടാണ് ബീപ് ബീപ് ബീപ്. അല്ലെങ്കിൽ ഇപ്പൊ ബോംബ് അല്ലെങ്കിൽ തോക്ക് കൊണ്ട് വെടിവെക്കുന്ന ഒരു സിനിമയൊക്കെ ആണെങ്കിൽ, ഒരു ഗെയിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ കൂടുതലും കുട്ടികൾ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്കറിയാം. എപ്പോഴും കുട്ടികൾ ബീപ് ബീപ് എന്നുള്ളത് പറയുന്നുണ്ടാവും, ബൂം എന്നുള്ളത് പറയുന്നുണ്ടാവും. പക്ഷെ അതേസമയം അമ്മേ ഞാൻ ഇത് എടുത്തോട്ടെ, അല്ലെങ്കിൽ അമ്മേ ഞാനിത് കളിച്ചോട്ടെ എന്ന് ചോദിക്കാനായിട്ടുള്ളത് കുട്ടികൾക്ക് അറിയില്ല. കാരണം നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവിടെ ഒരു പാരൻസും കുട്ടിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. പാരൻസ് ആണെങ്കിലും ഒരു ബെഡ് ടൈം സ്റ്റോറീസ് രീതിയിൽ പലപ്പോഴും ഇപ്പോഴത്തെ ബുക്കുകൾ എന്നൊക്കെ പറയുന്ന അതിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കുട്ടിയും പാരൻസും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ തന്നെ കുട്ടിക്ക് വാക്കുകൾ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കില്ലേ അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ലിപ് മൂവ്മെന്റ് അടക്കം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഫാസ്റ്റ് ആയിട്ട് അവിടെ കാർട്ടൂൺസിലത്തെ പോലെ കുട്ടിക്ക് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അവിടെ കിട്ടുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. പക്ഷെ കാർട്ടൂണിൽ അങ്ങനെ ഒരു ടൈം കിട്ടുന്നില്ല, പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാനും അവരത് ശ്രദ്ധിക്കാനും നമ്മുടെ ലിപ് മൂവ്മെന്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇമോഷൻസ് ഒക്കെ ക്യാച്ച് ചെയ്യാനായിട്ടും അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പീച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ആകും. ഇപ്പൊ സ്ക്രീൻ ടൈം ഒരുപാട് കിട്ടുന്ന കുട്ടിക്ക് പൊതുവെ സ്പീച്ച്, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടായിരിക്കും വരുന്നുണ്ടാകുക. അടുത്തതെന്ന് പറയുന്നത് ബിഹേവിയറൽ ആയിട്ടും ഇമോഷണലി വരുന്ന കുറച്ച് ചാലഞ്ചുകൾ. ഇപ്പൊ സ്ക്രീൻ ടൈം ഒരുപാട് കിട്ടുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇമോഷൻസ് റിയൽ ലൈഫിൽ മാനേജ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഒരിടത്തൊന്നും അടങ്ങിയിരിക്കാനായിട്ട് പറ്റില്ല. ഒരു കാമായിട്ട് അല്ലെങ്കിൽ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരെപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പൊതുവെ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന കാരണം ഈ കാര്യങ്ങൾ ഓവർ സ്റ്റിമുലസ് ബ്രെയിനിന് കൊടുക്കുന്ന കാരണമാണ് ഈ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ വലുതാവുമ്പോൾ ADHD പോലത്തെ കാര്യങ്ങളിലോട്ട് അത് പോകും. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ നോർമലി കുട്ടികൾ കളിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇമോഷൻസ് കാര്യങ്ങൾ പാരൻസ് അതിനുണ്ടെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയുന്നതാണെങ്കിൽ ആ ഒരു സൗണ്ടിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മളെപ്പോഴും കുട്ടി ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സാധനം എടുത്തിടുകയാണെന്ന് വിചാരിച്ചു, അപ്പൊ ആ കുട്ടി അത് എടുക്കുമ്പോഴേക്കും അമ്മമാർ പറയും അത് ചെയ്യരുത്, അതിൽ ആ ഒരു സൗണ്ടിൽ ഒരു വേരിയേഷൻ വന്നു, ഫേഷ്യൽ എക്സ്പ്രഷൻ അവിടെ ചേഞ്ച് ആയി. അതുവരെ ഹാപ്പി ആയിട്ട് ഇരുന്ന അമ്മ പെട്ടെന്ന് കണ്ണുരുട്ടാനായിട്ട് തുടങ്ങി. കുട്ടികളെ അടിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുമ്പോൾ അല്ലെങ്കിൽ സൗണ്ടിൽ വരുന്ന വേരിയേഷൻ ഇതൊക്കെ കുട്ടി ഒബ്സർവ് ചെയ്യും. പക്ഷെ സ്ക്രീൻ ടൈമിൽ അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് തന്നെ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് വ്യത്യാസം വരുന്നതും, അതുപോലെ തന്നെ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അവരുടെ ഇന്ററാക്ഷൻസ്, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരെത്രത്തോളം സ്നേഹത്തിലാണോ അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, അത് ഈ കുട്ടിക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സ്ക്രീൻ ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ഇനി അടുത്തത് ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ പൊതുവെ ഫോണൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്.
ഇത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ ഇത് നല്ലപോലെ ബാധിക്കും. ഈ മെലാറ്റോണിനാണ് നമ്മുടെ ഉറക്കം കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ. അപ്പൊ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുക? 8:30 ഉറങ്ങേണ്ട കുട്ടി വളരെ ഇൻട്രസ്റ്റോട് കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി പിന്നെ 10:30 ഉറങ്ങുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ആ ഫോണൊന്ന് പിടിച്ച് മേടിക്കാനായിട്ട് നോക്കി നോക്ക്, കുട്ടി വളരെയധികം വയലന്റ് ആകും. കാരണം കുട്ടിക്ക് അവിടെ ഒരു ക്ഷമ കാര്യങ്ങൾ കുട്ടി അവിടെ പഠിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സ്ക്രീൻ ടൈം കാരണം കണ്ണിന് വളരെ ബുദ്ധിമുട്ടാണ്, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്, കറക്റ്റായിട്ട് ആ ഒരു സ്ലീപ്പിംഗ് പാറ്റേണുകളൊക്കെ അവിടെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ക്രീൻ ടൈം കിട്ടുമ്പോൾ കുട്ടി കുറച്ചും കൂടി ഇരുന്നുകൊണ്ടാണ് ഇത് കാണുന്നത്, അവിടെ ഫിസിക്കൽ ആക്ടിവിറ്റി സംഭവിക്കുന്നില്ല. കുട്ടിക്ക് വ്യായാമം അത്യാവശ്യമാണ്. ഒരു 5 വയസ്സ് കുട്ടികൾ എന്ന് പറയുന്നത് അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. അപ്പോൾ അവിടെ അവർക്ക് ഓട്ടമില്ല, ചാട്ടമില്ല, അതുകൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസ് അവർക്ക് കിട്ടുന്നില്ല. കുട്ടി അവിടെ ഇരുന്നോടത്തിരുന്ന് നമ്മളിത് ഫോൺ കൊടുക്കുമ്പോൾ കുട്ടി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടും തന്നെ അവിടെ സംഭവിക്കുന്നില്ല. ഓട്ടം ചാട്ടം മാത്രമല്ല, ഒരു ഒബ്ജക്റ്റ് അവർക്ക് എടുക്കാനായിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുപോലും നമ്മൾ അവിടെ പഠിപ്പിക്കുന്നില്ല. കുട്ടിക്ക് ഒരു സാധനം ഇങ്ങനെ പിടിക്കണം. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ആ ഒരു ചോറ് ഇങ്ങനെ കൈകൊണ്ട് എടുക്കുന്നതാണെങ്കിലും അവരവിടെ അത് അത്രയും ഡെവലപ്മെന്റ് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പേന പിടിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെ പേന പിടിച്ച് എഴുതണം, കാരണം അവിടെ അത്രയും നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രാക്ടീസ് വളരെയധികം കുറഞ്ഞു വരികയാണ്. അവർക്ക് ആ എബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ കുറയാണ്. പല കുട്ടികൾക്കും ഇത് കാരണം അവര് ഉണ്ടാകുന്ന ആ ഒരു കഴിവുകൾ ചിലപ്പോൾ ഡ്രോയിങ്ങുകളായിരിക്കാം, ഓട്ടം ചാട്ടം സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, പല കാര്യങ്ങളും അതിലവർ പിന്നാക്കം വരികയാണ്. പിന്നെ നമ്മൾ ഈ ഫോൺ കൊടുക്കുമ്പോൾ അവരിയ്ക്കുന്ന പോസ്ചർ ഇപ്പൊ നമുക്ക് ഫോൺ യൂസേജ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളും കൊണ്ട് ഒരു 30 വയസ്സ് മുതലേ നമുക്ക് ശരീരം വേദനകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവർ കുനിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, അവരുടെ തല ചെരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക, കയ്യിനത് സ്ട്രെയിൻ ആണ്. അപ്പോൾ ശരീരം വേദന ഇവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വരികയും ചെയ്യാം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ, അതായത് കഴുത്ത് വേദനയെ പറ്റിയിട്ട്, അതിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് 20 വയസ്സ് മുതൽ കഴുത്ത് വേദന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് ഫോൺ കിട്ടുന്നത് ഞാൻ കോളേജിൽ പോകുമ്പോഴാണ്. കോളേജ് വളരെ ദൂരെയായ കാരണമാണ് എനിക്ക് സ്മാർട്ട് ഫോൺ കിട്ടുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു ഏജിലാണെങ്കിൽ ഇവർക്ക് ജനിച്ചപ്പോൾ മുതൽ ഇവർക്ക് ഫോൺ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇവരുടെ പോസ്ചർ കറക്റ്റ് ആവില്ല, ഭാവിയിലോട്ട് ജോയിന്റ് പെയിനുകൾ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ആണ് കുട്ടികളുമായിട്ടുള്ള പേരൻസിന്റെ കണക്ഷൻ. നിങ്ങൾ സ്ക്രീൻ ടൈം എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രീൻ ടൈമിലാകുമ്പോൾ കുട്ടി അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, പാരൻസ് ആയിട്ട് ഒരു ബോണ്ട് വരുന്നില്ല. കുട്ടിയും പാരൻസും ആ ഒരു ഫാമിലി ആയിട്ട് വരേണ്ട ഒരു ക്വാളിറ്റി ടൈമിൽ അതവിടെ ബാധിക്കുകയാണ്. നോർമലി പാരൻസും കുട്ടികളും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഗെയിമുകളൊക്കെ കളിക്കേണ്ട സമയത്ത് കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള വഴി, പാരൻസിന് പാരൻസിൻ്റെതായിട്ടുള്ള വഴി. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഫാമിലി ബോണ്ടിനെ അത് ബാധിക്കുന്നുണ്ട്, പാരൻസും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിനെ അത് ബാധിക്കുന്നുണ്ട്. ഇത് കാരണം കൊണ്ട് തന്നെ സോഷ്യലി ബാക്കിയുള്ള ആൾക്കാരിനായിട്ട് കാണുമ്പോൾ കുട്ടി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. കുറച്ചും കൂടി വയലന്റ് ആയിട്ടുള്ള രീതിയിലോട്ട് ഭാവിയിൽ വലുതാകുമ്പോൾ പോകാം. കാരണം ഇപ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുമ്പോൾ ഒരുപാട് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ടാവും. കുഞ്ഞു കുട്ടികൾക്ക് ചിലപ്പോൾ കാണിക്കേണ്ട കാര്യങ്ങളായിരിക്കില്ല കുട്ടികൾ കാണുന്നുണ്ടാവുക, അതിൽ നിന്ന് അവര് ഒന്നും പഠിക്കുന്നില്ല. അപ്പൊ കുട്ടികൾ എപ്പോഴും കാണുന്നതാണ് അവര് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുള്ളൂ. ഒരു വയലന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ കാണുന്നത് എങ്കിൽ ഈവൻ കാർട്ടൂൺസ് ആണെങ്കിൽ കൂടി അതായിരിക്കും അവരുടെ ലൈഫിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രത്തോളം വ്യത്യാസങ്ങൾ ഒരു സ്ക്രീൻ ടൈം കാരണം വരുന്നുണ്ട്. ഡെയിലി ഒരു 1 അവർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ആ 1 അവർ നിങ്ങൾ സ്ക്രീൻ ടൈം കൊടുക്കുകയാണെങ്കിലും പാരൻസ് കൂടെ ഇരുന്ന് അത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം കാണിക്കുന്നുണ്ട്, അത് ഇന്നതാണ്, ഇന്ന കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. മാക്സിമം സ്ക്രീൻ ടൈം ഒഴിവാക്കി പസിൽസ്, ബിൽഡിംഗ് ബ്ലോക്കുകൾ, അതുപോലെ തന്നെ കളറുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ പാരൻസും കൂടെ ഇരുന്ന് കുട്ടീനെ ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും കുട്ടികളെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി നേച്ചറിലുള്ള, അതായത് നിങ്ങളുടെ എൻവിറോൺമെന്റിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് എക്സാമ്പിളുകൾ കാണിച്ചു കൊടുക്കുക. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കുട്ടീനെ വളരെ നല്ല രീതിയിൽ വളർത്തുന്നതും
കരിയർ ഒരുപോലെ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ടാകണം എന്നില്ല. പലപ്പോഴും കുട്ടിയും അമ്മയും ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പാരൻസ്, അതായത് ഹസ്ബൻഡ് കുറച്ചും കൂടി പുറം രാജ്യങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിപരമായിട്ട് അമ്മയും കുഞ്ഞും വേറൊരു സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് അമ്മമാർക്ക് ഡിഫിക്കൽട്ട് ഉണ്ട്. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് മാക്സിമം നിങ്ങൾ ചിന്തിക്കാനായിട്ട് നോക്കാം. നോർമലി ബാക്കി വീഡിയോയെക്കാളും കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ സൈനിങ്.